കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു സാധനം എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ, ഇതാണ് ആ ഒരു സാധനം. കണ്ടോ, ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2S അൾട്ടിമേറ്റ് കോംബോ ആണ്. ഇത് അൺബോക്സ് ചെയ്ത് കാണിക്കാന്നുള്ള ഉദ്ദേശം മാത്രമല്ല കേട്ടോ, എന്തുകൊണ്ട് ഞാൻ ഈ ഒരു മൈക്കിലേക്ക് വന്നു എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുവരെ ഞാൻ ഉപയോഗിച്ചിരുന്നത് ഈ റോഡിൻ്റെ വയർലെസ് ഗോ ടു എന്നുള്ളൊരു മോഡലിലാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു മോഡൽ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു മോഡലിലേക്ക് വന്നെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. നമ്മുടെ ഈ റോഡിൻ്റെ മൈക്കിൻ്റെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഒരു കാര്യമാണ് നമ്മളുടെ ഈ റോഡിൻ്റെ മൈക്ക് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഷോൾഡർ ലെവലിലോ അല്ലെങ്കിൽ പോക്കറ്റ് ലെവലിലോ ഒക്കെ കണക്ട് ചെയ്യാൻ നേരത്ത് ഇതുണ്ട്, ഇത് എപ്പോഴും ഇങ്ങനെ തൂങ്ങി പോകുന്നൊരു സംഭവമാണുള്ളത്. അതൊരു ഭയങ്കര ഒരു വൃത്തികേടായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് ഇത്ര നാളെ യൂസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ നേരെ തിരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ തന്നെ എന്തൊക്കെയോ സൗണ്ട് ക്വാളിറ്റിയിലൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വന്നായിട്ട് കാണാറുണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ ചെയിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചെയിനൊക്കെ തട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ തട്ടുന്ന സൗണ്ടുകളൊക്കെ കയറി വരാറുണ്ട്. നമ്മളുടെ ഈ റിസീവർ നമ്മളുടെ ഗിംബലിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മളുടെ മൊബൈൽ ഫോണിലൊക്കെ, ഞാൻ ഐഫോണിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഈ മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഗിംബലിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ അതിൻ്റെ സ്റ്റെബിലിറ്റിയിലൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ വീഡിയോൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൗണ്ട് ക്വാളിറ്റി എന്നുള്ളത്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി ഈ ഒരു നമ്മൾ മൈക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്നത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ലോക്കലായിട്ടുള്ള ഒരു ആൻഡ്രോയിഡും ഐഫോണിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയിലൊക്കെ കുറച്ച് വ്യത്യാസം വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഞാൻ പുതിയൊരു മൈക്കിനെ കുറിച്ച് ചിന്തിച്ചതും നമ്മുടെ ഹോളിലാൻഡ് ലാർക്ക് M2 എന്നുള്ളൊരു മോഡലിലേക്ക് വരാനും കാരണം. ഈ ഹോളിലാൻഡിൽ മൈക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഒപ്പീനിയൻ എന്നുള്ളത്, ഈ ഹോളിലാൻഡിൽ ലാർക്ക് M2 എന്നുള്ള മോഡലിനേക്കാളും ലാർക്ക് M2S എന്നുള്ള ലേറ്റസ്റ്റ് വേർഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇവനെ അങ്ങോട്ട് അൺബോക്സ് ചെയ്യട്ടോ. അപ്പോഴേ നമ്മുടെ ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2S എന്നുള്ള ഒരു മോഡൽ അടിപൊളിയായിട്ട്. കാരണം ഇത് കണ്ടോ, എൻ്റെ ഇവിടെ ഇരിക്കുന്ന മൈക്ക് കണ്ടോ, ഇത് അത്യാവശ്യം ഒട്ടും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല ഹൈഡായിട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടതേ, ഇതുപോലെ നമുക്ക് നമ്മുടെ മൈക്കൊക്കെ ഇങ്ങനെ വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതുപോലെ നല്ല അടിപൊളിയാണ്. എന്താ പറയുക, കണ്ടതേ എങ്ങനെയാണെങ്കിൽ നമ്മുടെ മൈക്ക് നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. അടിപൊളിയല്ലേ? ഹോളിലാൻഡ് എന്നുള്ള ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മൈക്ക് എടുക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2S അൾട്ടിമേറ്റ് കോംബോ തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.